ഭദ്രയുടെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ ഒന്ന് പറയാൻ പോകുന്നത്. ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഭദ്ര കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന ഭാഗം വരെ. ഭദ്ര അപ്പോൾ ഓർക്കണം കേട്ടോ, താൻ മൂത്തതായി ജനിച്ചത് കൊണ്ടാണല്ലോ തനിക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്തതും ഈ ഭാരമെല്ലാം ചുമക്കേണ്ടി വന്നതും എന്ന് അവൾ ഓർത്തു ദുഃഖിച്ചു. എങ്കിലും ഭദ്ര ആരോടും തൻ്റെ പരാതി പറയാറില്ല. ദുഃഖമെല്ലാം ഉള്ളിലൊതുക്കി അവൾ ഓടി നടന്ന് പണിയെടുത്തു. ഒരു ദിവസം ഭദ്ര ഋതുമതിയായി. അപ്പോൾ വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നു. അച്ഛൻ ചായക്കടയിലും അമ്മ പറമ്പിൽ പാടത്ത് പുല്ലൊരിയാനും പോയിരിക്കുകയായിരുന്നു. അമ്മയോട് വിവരം പറയാൻ എന്താണൊരു മാർഗമെന്ന് അവൾ ആലോചിച്ചു. കൂടപ്പിറപ്പുകൾ പാടത്തും തൊടിയിലുമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമൻ എന്ന കൂടപ്പിറപ്പിനെ ഭദ്ര അരികിലേക്ക് വിളിച്ചു. അവൻ മാത്രമേ ഓപ്പോളുടെ വിളിയേട്ടാൽ അനുസരണയോടെ ഓടിയെത്തൂ. അവൾ എന്തോ കടലാസിൽ എഴുതി രാമൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഈ കടലാസ് മറ്റാരും കാണാതെ അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ രാമൻ ചോദിച്ചു, ഈ തുണ്ട് കടലാസിൽ എന്താ എഴുതിയിരിക്കുന്നത് ഓപ്പോളെ? അവന് വായിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ചോദിച്ചു. അപ്പോൾ ഭദ്ര പറഞ്ഞു, നീ കൊണ്ടുപോച്ചേക്ക, എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് ഭദ്ര അവനെ അടിക്കാൻ ഓങ്ങി. അല്ലെങ്കിലേ ഭദ്ര പേടിച്ചിരിക്കുകയായിരുന്നു. രാമൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വിവരമറിഞ്ഞ് തങ്കമണി വീട്ടിലെത്തി. അമ്മയെ കണ്ടപ്പോൾ ഭദ്രയ്ക്ക് നാണം തോന്നി. തങ്കമണി അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, മോൾക്ക് പേടിയായോ? സാരമില്ല കേട്ടോ, മോളകത്ത് ചെന്നിരുന്നോളൂ, ഞാൻ അച്ഛനോട് വിവരം പറഞ്ഞിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് തങ്കമണി ചായക്കടയിലേക്ക് ഓടി. കേശവനോട് വിവരം പറഞ്ഞു. അത് കേട്ട് അയാൾ ചിരിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ മുഖത്ത് വിഷാദം നിറഞ്ഞു. അയാൾ ഭാര്യയോട് പറഞ്ഞു, തങ്കമണി, 7-ാം ദിവസം ഇതിൻ്റെ ചടങ്ങ് നടത്തണ്ടേ? കുറേ രൂപ വേണ്ടിവരും. കാശിനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടും. എന്തു ചെയ്യും? അയാളുടെ വിഷമം കണ്ട് തങ്കമണി പറഞ്ഞു, അതിനൊക്കെ വഴിയുണ്ടാക്കും. തൽക്കാലം നിങ്ങൾ മോൾക്ക് എന്തെങ്കിലും പലഹാരം വാങ്ങി വീട്ടിലേക്ക് ചെല്ല്. അപ്പോൾ തന്നെ അയാൾ ചായക്കടയിൽ നിന്നും പുറത്തിറങ്ങി. പിന്നെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ നിന്നും കുറച്ച് മധുര പലഹാരങ്ങൾ വാങ്ങി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി ഭദ്രയെ വിളിച്ചു. ഭദ്ര മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. കേശവൻ നായർ കയ്യിലുണ്ടായിരുന്ന പലഹാരപ്പൊതി ഭദ്രയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, ഇതെല്ലാം കഴിച്ച് ഇവിടെ അകത്തിരുന്നാൽ മതി കേട്ടോ, പുറത്തേക്ക് ഇറങ്ങണ്ട. ഭക്ഷണമെല്ലാം സമയമാകുമ്പോൾ അമ്മ കൊണ്ടുവന്നു തരും. അത് കേട്ട് അവൾ നാണത്തോടെ തലയാട്ടി. അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഋതുമതിയായാൽ കുഞ്ഞു കല്യാണം നടത്തുക എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. 7-ാം ദിവസമാണ് ഈ ചടങ്ങ് നടത്തുക. ഈ 7 ദിവസവും പെൺകുട്ടി പുറത്തിറങ്ങാതെ മുറിയിൽ തന്നെ ഇരിക്കണം. ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ പുറത്തിറങ്ങാൻ പാടൂ. കേശവൻ നായർ ഈ ചടങ്ങ് നടത്താനുള്ള പണത്തിനു വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ. ചടങ്ങിൻ്റെ തലേന്ന് കേശവൻ ഭദ്രയ്ക്ക് സ്വർണം കൊണ്ട് ഒരു കുഞ്ഞുമാലയും ഒരു ജോഡി കമ്മലും വാങ്ങി. പിന്നെ പുതിയ പട്ടുപാവാടയും ബ്ലൗസും. വീടിൻ്റെ മുറ്റത്ത് പന്തലിട്ട് ഒരുക്കങ്ങളും ആരംഭിച്ചു. 7-ാം ദിവസം രാവിലെ ഭദ്രയെ കുളിപ്പിക്കാനായി അമ്മയും അമ്മായിമാരും ചേർന്ന് തൊട്ടടുത്തുള്ള പുഴയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ മഞ്ഞൾ തേച്ച് കുളിപ്പിച്ചു. പിന്നെ വഴിനീളെ വായ്ക്കുരവിയുമായി വീട്ടിലെത്തി. ഭദ്രയെ പന്തലിൽ ഇരുത്തി പാട്ടും മേളവും തുടങ്ങി. ഇതെല്ലാം കണ്ട് കൂടപ്പിറപ്പുകൾ അന്തം വിട്ടു. ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ രാമൻ ഭദ്രയുടെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, ഓപ്പോളെ, ഇതുപോലെ എന്നെ പന്തലിലിരുത്തി എന്നാ ഡാൻസും മേളവും നടത്തുക? അത് കേട്ട് ഭദ്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഈ ചടങ്ങ് പെൺകുട്ടികൾക്ക് മാത്രമേ നടത്തൂ, ആൺകുട്ടികൾക്ക് നടത്തില്ല. അത് കേട്ട് രാമൻ മുഖം വീർപ്പിച്ചുകൊണ്ട് തൊടിയിലേക്ക് ഓടിപ്പോയി. അങ്ങനെ 2 വർഷങ്ങൾ വളരെ വേഗം കടന്നുപോയി. ഭദ്രയ്ക്ക് 17 വയസ്സായി. ഒരു ദിവസം കേശവൻ നായർ അവളോട് പറഞ്ഞു, നാളെ മുതൽ മോളെന്നെ സഹായിക്കാനായി ചായക്കടയിൽ വരണ്ട കേട്ടോ. എന്താണ് കാരണമെന്ന് അവൾ ചോദിച്ചില്ല. കാരണം അച്ഛനോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കൊന്നും അയാൾക്ക് ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും തങ്കമണി കേശവനോട് കാര്യം തിരക്കി. അപ്പോൾ കേശവൻ പറഞ്ഞു, അവൾ വളർന്നു വരികയല്ലേ തങ്കമണി. കടയിൽ ചായ കുടിക്കാൻ വരുന്നവരുടെ നോട്ടം ഇപ്പോൾ ഭദ്രയുടെ നേർക്ക. ആരും എൻ്റെ മോളെ മോശമായി തുറച്ചു നോക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിനാൽ വീട്ടിലെ പണികൾ ഭദ്രയെ ഏൽപ്പിച്ച് നാളെ മുതൽ നീ കടയിലേക്ക് വന്നാൽ മതി. പിറ്റേന്ന് മുതൽ തങ്കമണി വീണ്ടും കടയിൽ പോകാൻ തുടങ്ങി. തങ്കമണി ഇടയ്ക്ക് ശ്വാസം മുട്ടുവരുന്നതിനാൽ പശുക്കളെയും എരുമകളെയും കറക്കുന്ന ജോലിയും ഭദ്രയ്ക്കായി. കുട്ടികളുടെ പഠന ചെലവ് വർദ്ധിച്ചതോടെ വീട്ടിലെ കഷ്ടപ്പാടുകളും കൂടി. എങ്കിലും കേശവൻ നായർ ഒരുവിധം കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോയി. തങ്കമണിയും ഭദ്രയും ചില ദിവസങ്ങളിൽ പാടത്ത് കൊയ്യാനും മെതിക്കാനും പോകും. മാസങ്ങളും വർഷങ്ങളും കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പാഞ്ഞുകൊണ്ടിരുന്നു. 3 വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. ഭദ്രയ്ക്ക് 20 വയസ്സായി. ആര് കണ്ടാലും നോക്കി നിന്നു പോകുന്ന സൗന്ദര്യമായിരുന്നു ആ പ്രായത്തിൽ അപ്പോഴവൾക്ക്. അടുത്ത ഭാഗം നാളെ.